രാഹുലുമായി ബന്ധപ്പെട്ട ഇനി എന്ത് നടപടികളോ എന്ത് തരത്തിലുള്ള നിയമ നീക്കങ്ങളോ പോലീസിൻ്റെയോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഔദ്യോഗികമായി അതിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ല. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ അക്കാര്യം പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. രാഹുലിൻ്റെ വിഷയത്തിൽ പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന അവസാനത്തെ ആയുധവും, അതായത് കൃത്യമായി കെ മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ പാർട്ടി തലത്തിൽ ഒരു നടപടിയും എടുക്കേണ്ടി വരില്ല. ആ നടപടി എടുത്തതിൻ്റെ ഗുണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാനത്ത് ലഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയമായി UDF-ന് അത് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് അത് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഇനി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് രാഹുൽ ആദ്യഘട്ടം മുതൽ മുമ്പോട്ട് വെക്കുന്ന കാര്യം തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്നതാണ്. അതായത് രാഷ്ട്രീയമായി തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന വാദമുഖമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആദ്യത്തെ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും രാഹുൽ പറഞ്ഞത്. പക്ഷേ കോടതിയുടെ മുമ്പിലേക്ക് വന്ന തെളിവുകൾ, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ, അതോടൊപ്പം അവിടെ നടന്ന വാദങ്ങൾ, യുവതി നൽകിയിരിക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റിലെ വിശദാംശങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചതിന് ശേഷമാണ് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളുന്ന തരത്തിലേക്ക് നീങ്ങിയത്. വെറുതെ തള്ളുകയായിരുന്നില്ല. അതിനുശേഷമാണ് ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴാണ് 2 തവണ അറസ്റ്റ് നീട്ടിവെക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായത്. കേസ് പരിഗണനയ്ക്കെടുത്തിരുന്നില്ല. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ഈ പരാതിക്കാരി കൂടി തന്നെ കക്ഷി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ കോടതിയെ സമീപിച്ച സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ കക്ഷി ചേർക്കുകയും അവരുടെ അഭിഭാഷകന് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സാവകാശം നൽകുകയും, അതായത് സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനായി സാവകാശം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 21-ാം തീയതി എന്ന ദിവസം ഈ കേസിൽ നിർണായകമായി മാറും. അതുകൊണ്ട് തന്നെയാണ് അതുവരെ ഉള്ള സാങ്കേതികമായ ഒരു നടപടി മാത്രമാണ് എന്ന കാര്യം ഞാൻ ആദ്യം മുതൽ ആവർത്തിച്ചത്. അത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സ്വാഭാവികമായൊരു നടപടിക്രമം. 21-ാം തീയതി ഇതിൽ കൃത്യമായ ഒരു വാദപ്രതിവാദം നടക്കും. അവിടെ ഹൈക്കോടതി പരിഗണിക്കുന്നത് പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെയും ഈ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ യുവതിയുടെ ഭാഗം കേൾക്കാനുള്ളൊരു അവസരം കോടതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അവിടെ അവർ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾക്ക് കോടതി മുൻതൂക്കം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടാകും. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു, അതിനെ പിന്നീട് രാഷ്ട്രീയമായി ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ഉപയോഗിക്കുകയാണ്, തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്ന പ്രതിഭാഗം മുമ്പോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ശരിവെക്കുന്ന സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ ഒരു വിധിയായി അത് മാറും. എന്തായാലും കാത്തിരിക്കാം. 21-ാം തീയതി ഈ കേസ് ഹൈക്കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്കെടുക്കുമ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് കോടതി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവിടെയായിരിക്കും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ ഒരു വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്ത് 21-ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലെ ഉണ്ടാകില്ല എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമാണ്, അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേറെ ആരോപണങ്ങൾ നേരിട്ടവരൊക്കെ തിരിച്ചു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻ പറഞ്ഞത് പ്രസക്തമാണ്. ഇനിയുള്ള നിയമ നടപടികൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറും. പക്ഷേ കോടതിക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോഴും മുൻകൂർ ജാമ്യ ഹർജിയാണ് എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റ് എന്നതിലേക്ക് കോടതി കടക്കാറില്ല. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ആൾ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ജീവന് പോലും അപകടാവസ്ഥ സൃഷ്ടിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ഇതുപോലെ സമാനമായ ക്രൈം, അതിക്രൂരമായ ക്രൈം ആവർത്തിക്കുകയോ അത്തരം സാധ്യതകളൊക്കെ ഒരാൾ കുറ്റകൃത്യം ചെയ്ത ഒരാൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുമോ എന്നതാണ് സാധാരണ നിലയിൽ കോടതിയിൽ വാദമായി ഉന്നയിക്കാറുള്ളത്. പക്ഷേ ആ വാദങ്ങളൊക്കെ ഇനി പ്രോസിക്യൂഷൻ എങ്ങനെയാണ് നിലനിൽക്കുക എന്നതിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പുറത്താണുള്ളത്. അതായത് കൃത്യമായൊരു പരാതി ലഭിച്ച് പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി FIR നിലനിൽക്കുമ്പോൾ തന്നെ പ്രതി പുറത്താണുള്ളത്. അപ്പോൾ ഇതുവരെയും സംഭവിക്കാത്ത എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ തന്നെയേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന നിലപാട് എന്തുകൊണ്ട് എന്ന സംശയമൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതിന് കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചാൽ ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയേക്കാം. അതല്ല എങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യവുമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്തായാലും അതിജീവിതയ്ക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കുന്നു. അതിനുള്ള അപേക്ഷ ഇപ്പോൾ കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജനുവരി 21-നാണ് കേസ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ കോടതി എടുക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നത് നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.